ശ്രീ ശ്രീ പണിക്കർ, ശ്രീ ജയേന്ദ്ര സാർ പറയുന്നത് ആരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതല്ല ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് എന്നാണ്. അങ്ങനെയാണോ താങ്കൾക്ക് തോന്നിയത്? എനിക്കെന്തായാലും അങ്ങനെ തോന്നിയിട്ടില്ല. തീർച്ചയായിട്ടും അങ്ങനെയല്ല ശ്രീ മഞ്ജുഷ്. ഈ വിധി പലർക്കുമുള്ള മറുപടിയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ശ്രീ എം ജയചന്ദ്രനുള്ള മറുപടി കൂടിയാണ് ഈ വിധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനോടൊപ്പം തന്നെ ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് ഈ ഇ ഡിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഇ ഡി അന്വേഷണത്തിനെ എതിർത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരുന്ന പല നിലപാടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഏത് ചാനലിലാണെന്ന് ഓർക്കുന്നില്ല, ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെത് അപഹാസ്യമായിട്ടുള്ള വാദങ്ങളാണ് എന്ന്. അത് അദ്ദേഹത്തിനെ അല്പം ഒഫൻഡ് ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത്. ആ സമയത്ത് നിങ്ങൾ അങ്ങനെയൊക്കെ കരുതിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ ന്യായീകരിച്ചു. ആ ന്യായീകരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇന്ന് ഈ CMRLന്റെ വാദമായിട്ട് തന്നെ കോടതിയിൽ വന്നതാണ്. അതായത് ഇ ഡി നേരിട്ട CMRL നേരിട്ടിരിക്കുന്ന കേസ് നേരത്തെ തന്നെ തീർപ്പാക്കിയതാണ് എന്ന് ശ്രീ ജയചന്ദ്രനും ഒരു വാദമുണ്ടായിരുന്നു. മുമ്പത്തെ ചർച്ചകൾ നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ഒരിക്കൽ തീർപ്പാക്കിയിരിക്കുന്ന കേസ് ആയതുകൊണ്ട് പിന്നീട് എങ്ങനെ അതിൽ മറ്റ് നടപടികൾ സാധ്യമാകും എന്നൊരു കാര്യം അദ്ദേഹം ചോദിച്ചിരുന്നു. അങ്ങനെ അല്ല എന്ന് ആ സമയത്തും പറഞ്ഞിരുന്നു. കാരണം തീർപ്പാക്കിയിരിക്കുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കേസാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ കോടതി കൃത്യമായി നിരീക്ഷിക്കുന്നത് പോലെ 245 സെക്ഷന്റെ 2ാമത്തെ പ്രൊവിസോ ഉപയോഗിച്ചുകൊണ്ടുള്ള 2 കാര്യങ്ങളിൽ മാത്രമാണ്, വെൽത്തിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ ടാക്സിന്റെ കാര്യത്തിലുമുള്ള 2 കാര്യത്തിൽ മാത്രമാണ് തുടർ നടപടികളിൽ നിന്നുള്ള ഇമ്മ്യൂണിറ്റി CMRLന് കിട്ടിയിരിക്കുന്നത്. അതല്ലാതെ ആ പണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പ്രൊസീഡ്സ് ഓഫ് ക്രൈം അതിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് ഉണ്ടോ, ഈ കാര്യങ്ങളൊന്നും തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അന്വേഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ അത് മറ്റേതെങ്കിലും ഒരു ഏജൻസിക്ക്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ SFIOയ്ക്കോ ഇ ഡിക്കോ ഒന്നും തന്നെ അന്വേഷിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഒരു കാരണത്തിന് ഇപ്പോൾ CMRLന്റെ വാദം നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയായിരുന്നു CMRLന്റെ വാദം. ഞങ്ങൾക്കിവിടെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ഏജൻസിയുടെ മുന്നിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടേത് ഒറ്റത്തവണ തീർപ്പാക്കലിൽ കൂടി ഞങ്ങളുടെ ഈ പ്രശ്നം തീർത്തതാണ്, അതുകൊണ്ട് ഇനി ഇതിനെ ഒരു പ്രശ്നമായിട്ട് കരുതാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വാദത്തിനെ വലിച്ചു കീറി കോടതി എറിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പൊതുമേഖലാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, നിരവധി ഇൻവെസ്റ്റേഴ്സ് അവിടെ ഉണ്ട്. അതേപോലെ തന്നെ അവിടെ KSIDCക്ക് 13% മുകളിൽ സ്റ്റേക്ക് ഉണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള മാനദണ്ഡവും പാലിക്കാതെ, ഒരു തരത്തിലുള്ള സർവീസ് ഹിസ്റ്ററിയും ഇല്ലാത്ത, ഈ മേഖലയിൽ യാതൊരു വിധത്തിലുള്ള പ്രവൃത്തി പരിചയവും ഇല്ലാത്ത ഒരു കമ്പനിക്ക് ടെൻഡറിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ സ്വന്തമായിട്ടൊരു എൻഗേജ്മെന്റ് അങ്ങ് കൊടുക്കുന്നു. ആ എൻഗേജ്മെന്റിൽ ഒരു സേവനവും കിട്ടാതെ അവർക്ക് പ്രതിമാസം 8 ലക്ഷം രൂപ വീതം 2 തരം പേയ്മെന്റ് ആയിട്ട് ഇത് ചെയ്യുന്നു. അങ്ങനെ ചെയ്തിരിക്കുന്ന കാര്യം അവസാനം ഈ കമ്പനി ഇപ്പോൾ റൺ ചെയ്യുന്ന ഡയറക്ടറായിട്ടുള്ള ശശിധരൻ കർത്തായ്ക്ക് തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് തിരിച്ചടവായിട്ട് അവിടെ നിന്ന് എടുത്തിരിക്കുന്ന ലോണിന്റെ തിരിച്ചടവായിട്ട് ഇതേ വെൻഡർ തന്നെ തിരിച്ച് റീപേ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിനെ ലെയർ ചെയ്യുന്ന ഒരു സംവിധാനമാണത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സംശയം ന്യായമായിട്ട് ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കള്ളപ്പണം വെളുപ്പിക്കുന്നതാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു തോന്നൽ ഇവിടെ വരും. ഫേക്ക് എക്സ്പെൻസസ് ആയിട്ട് കാണിക്കുന്നു, ഇല്ലാത്ത സേവനത്തിന് നൽകിയിരിക്കുന്ന പ്രതിഫലമായിട്ട് അത് കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫേക്ക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ്, ഫേക്ക് എക്സ്പെൻസ് ആണ്. അപ്പൊ ആ ഫേക്ക് എക്സ്പെൻസിനെ ലെജിറ്റിമേറ്റ് ആക്കി മാറ്റിക്കൊണ്ട് അതിന് ടാക്സും അടച്ചിട്ട് അതിൽ നിന്ന് നേരത്തെ എടുത്തിരിക്കുന്ന ഒരു ലോണിന്റെ റീപേയ്മെന്റിനായിട്ട് അതിനെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്തരത്തിലുള്ള ഒരു ക്രൈമാണ്. അതേപോലെ തന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റുള്ള ഇൻവെസ്റ്റേഴ്സിനെ വഞ്ചിച്ചു എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇ ഡി ഈ കേസ് ഏറ്റെടുക്കുന്ന സമയത്ത് ഇതിൽ ഏതൊക്കെ IPC പ്രൊവിഷൻസ് ഇടാം എന്നതുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 66(2) അനുസരിച്ച് അവർ പോലീസിനോട് പറയുന്നത് പ്രധാനപ്പെട്ട 5 സെക്ഷൻസ് ആണ്. IPCയുടെ 5 പ്രൊവിഷൻ 120B ഗൂഢാലോചന അടക്കം, 411 ഡിസോണസ്റ്റി റിസീവിംഗ് സ്റ്റോളൻ പ്രോപ്പർട്ടി മുതൽ 420 ചീറ്റിംഗ്, ഡിസോണസ്റ്റ്ലി ഇൻഡ്യൂസിംഗ് ഡെലിവറി ഓഫ് പ്രോപ്പർട്ടി, ഈ വകുപ്പുകൾ ഉൾപ്പെടെ, അതും കൂടാതെ ഇനി 424, 421 ഈ വകുപ്പുകളെല്ലാം തന്നെയാണ് ചുമത്തിയത്, 411 ഉൾപ്പെടെ. അപ്പൊ 5 സെക്ഷൻസ് ആണ് അവർ ചുമത്തിയത്. ആ രീതിയിലത്തേക്ക് ചുമത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പോലീസിൽ പറയുന്നു. പോലീസ് അത് കേസെടുക്കുന്നില്ല. അത് കോഗ്നിസിബിൾ ആയിട്ട് പോലീസിന് തോന്നുന്നില്ല. എന്തുകൊണ്ട്? നിയമപ്രകാരം കോഗ്നിസിബിൾ ഒഫൻസ് ആണെങ്കിൽ കേസെടുക്കണം. ഇതിൽ 411ഉം 420ഉം കോഗ്നിസിബിൾ ഒഫൻസ് ആണ്. മറ്റുള്ളതിനെ വിട്ടേക്കും. പോലീസിന്റെ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കോഗ്നിസൻസ് പ്രൂവ് ചെയ്യുന്ന രീതിയിലത്തേക്ക് 120B ഒക്കെ തന്നെ ഒഴിവാക്കിക്കോളും. മറ്റു 2 കോഗ്നിസിബിളും അല്ല. പക്ഷെ 411, 420 വകുപ്പുകൾ കോഗ്നിസിബിൾ ഒഫൻസ് ആണ്. എന്നിട്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് ഈ കേസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് തയ്യാറായില്ല. അപ്പൊ അങ്ങനെ പോലീസ് തയ്യാറാകാത്തത് കൊണ്ട് മാത്രമാണ് CMRLന് ഈ ഒരു വാദം കോടതിയിൽ ഉന്നയിക്കാൻ കഴിഞ്ഞത്. അതായത് FIR ഇല്ലല്ലോ, FIR ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കെതിരെയുള്ള നടപടികളെല്ലാം തന്നെ നിർത്തിവെക്കണം എന്ന് പറഞ്ഞത്.
അവർക്ക് നിയമം അറിയില്ല എന്നുള്ളത് വേറെ വശം. പക്ഷേ ഇതിലെ ക്രിമിനൽ ആസ്പെക്റ്റിനെ മാത്രം എടുത്തുകൊണ്ട് ഒരു FIR ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ അന്വേഷണത്തിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് പോയത്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ പോകുന്നത് എന്തിനാ? ന്യായമായ രീതിയിലത്തേക്കുള്ള ട്രാൻസാക്ഷൻ ആണ് എങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്? സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാരാണെങ്കിലും കമ്പനികളാണെങ്കിലും ഒക്കെ പറയുന്നത് എന്താ? നമ്മുടെ എല്ലാ ഇടപാടുകളും ട്രാൻസ്പെറന്റ് ആണ്, എല്ലാത്തിനും തെളിവും രേഖയുമുണ്ട്, എല്ലാ അന്വേഷണത്തിനെയും സ്വാഗതം ചെയ്യുന്നു എന്നാ പറയുക. പക്ഷെ ഇവിടെ അത് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടാകുന്നത് എന്തുകൊണ്ടാണ്? അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പല ഘട്ടങ്ങളിൽ പോകുന്നത്? ഇന്ന് തന്നെ ഡിവിഷൻ ബെഞ്ച് ഇവരുടെ ഈ ഏറ്റവും ബേസ്ലെസ് ആയിട്ടുള്ള ഇവരുടെ ഒരു പ്രയറിനെ തള്ളിക്കളയുന്ന സമയത്ത് പോലും പറഞ്ഞ് ഞങ്ങൾക്ക് 2 ആഴ്ച സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കണം എന്നാണ്. അപ്പൊ എന്തൊരു ഒഡാസിറ്റിയാണെന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഒരു കാരണവശാലും ഇതിന്റെ സിവിൽ നടപടി എന്ന് പറയുമ്പോൾ എന്താണ്? ചോദ്യം ചെയ്യാം, സമൻസ് ഇഷ്യൂ ചെയ്യാം, റെയ്ഡ് നടത്താം, അവരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാം. ഇതെല്ലാം ചെയ്യുന്നതിന് ഒരു തരത്തിലുള്ള തടസ്സവുമില്ല. ഇപ്പോഴും ശ്രീ ശ്രീ പണിക്കർ ഇപ്പോഴും ഈ ഹർജിക്കാർ അതിൽ വിജയിച്ചിട്ടുമുണ്ട്. CMRലും വീണ വിജയൻ ഹർജിയുമായിട്ട് പോയില്ല, പക്ഷെ CMRൽ ഹർജി നൽകുകയും ചെയ്തു. അപ്പോൾ വീണ വിജയനും അതിന് ഇമ്മ്യൂണിറ്റി കിട്ടുകയാണ്. ഇതിൽ പറയുന്നത് ഇപ്പോഴും സിവിൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനേ പറ്റുകയുള്ളൂ, കാരണം FIR അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു കുരുക്കിടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ CMRലിന്. അതെ, നോക്കൂ, ഇവരെ EDയുടെ ഭാഗത്തു നിന്നും അവർ പറയുന്നതും പോയിന്റ്, ഞങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഇവരെ പ്രതികളായിട്ട് കരുതുന്നില്ല എന്ന് തന്നെയാണ്. ഈ കേസിൽ അക്യൂസ്ഡ് ഇല്ല. അതായത് ഇവർക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നു, അവിടെ ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഫ്രോഡ് ഉണ്ട്, ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് ഉണ്ട്, മണി ലോണ്ടറിംഗ് ഉണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടുന്നു. ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സിവിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് FIRന്റെ ആവശ്യമില്ല. FIR ഇടാൻ വേണ്ടിയിട്ട് അവർ പോലീസിനോട് പറയുന്നു. പോലീസ് അത് ചെയ്യാത്തത് കൊണ്ട് സുപ്പീരിയർ ഓഫീസേഴ്സിന് അത് എസ്കലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നവർ പറയുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് പോലീസാണ്, അതിനെ എൻഫോഴ്സ് ചെയ്യാനായിട്ട് EDക്ക് കഴിയില്ല. പക്ഷേ ED അവർക്ക് സാധ്യമായിട്ടുള്ള സിവിൽ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി ഒരു ഘട്ടത്തിൽ പ്രോസിക്യൂഷനിലേക്ക് പോകുന്ന സമയത്ത് മാത്രമാണ് FIRന്റെ നെസസിറ്റി ഉണ്ടാകേണ്ടത്. അത് ആ ഒരു സമയത്ത് അവർക്ക് വരെ ഇപ്പം ഭരണമൊക്കെ മാറിയിട്ടുണ്ടല്ലോ എന്തായാലും. അപ്പൊ പിന്നെ ഇനി ഒരു FIR ഇടുന്നതിനകത്തൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.